ഓട്ടോറിക്ഷ അതിനകത്തേക്ക് കയറ്റരുത് എന്നാണ് ദേശീയപാത അതോറിറ്റി പറയുന്നത്. ഓട്ടോറിക്ഷ ഒരു പ്രശ്നമാണ്. പക്ഷേ ഓട്ടോറിക്ഷയിൽ ഇന്ത്യ കറങ്ങുന്ന ഒരു 4 പേരെയാണ് ഇനി നമ്മൾ പരിചയപ്പെടുന്നത്. അതാണ്. അപ്പോ ഓട്ടോറിക്ഷയ്ക്ക് ദേശീയപാത വിലക്കുണ്ടെങ്കിലും നാട് മുഴുവൻ ചുറ്റിക്കാണാൻ ഒരു വിലക്കും ഇല്ല അവിടെ. നമ്മുടെ സ്വന്തം ഓട്ടോറിക്ഷ. അതെ, ഇന്ത്യ മുഴുവൻ ചുറ്റിക്കറങ്ങുകയാണ് വിദേശികളായ 4 പേർ. കൊച്ചിയിൽ നിന്നും വാടകയ്ക്കെടുത്ത ഓട്ടോറിക്ഷയിലാണ് ഇവരുടെ യാത്ര. കേരളത്തിൽ ആലപ്പുഴയും കോഴിക്കോടും വയനാടും ഒക്കെ സന്ദർശിച്ച സംഘം ഇനിയിപ്പോൾ ഡൽഹിയിലേക്കുള്ള യാത്രയിലാണ്. ദിവസവും പരിചയപ്പെടുന്ന പലരുടെയും വീടുകളിൽ ഉൾപ്പെടെയാണ് താമസം. എന്നാലും കൗതുകം നിറഞ്ഞ യാത്രയുടെ വിശേഷങ്ങളിലേക്കാണ് ഇനി. കൗതുകമുള്ള ഒരു യാത്രയുടെ വിശേഷത്തിലേക്കാണ് നമ്മളിപ്പോൾ കടക്കുന്നത്. എനിക്കൊപ്പമുള്ള ഈ 4 പേർ ഇവർ ഇന്ത്യ മുഴുവൻ ചുറ്റിക്കാണാൻ വേണ്ടിയാണ് ഇറങ്ങിയിട്ടുള്ളത്. 2 ഓട്ടോറിക്ഷയിലാണ് ഇന്ത്യ മുഴുവൻ ഇവർ ചുറ്റിക്കറങ്ങുക. റിക്ഷ റൺ ഇന്ത്യ എന്ന പേരിലാണ് ഇവർ ഈ യാത്ര നടത്തുന്നത്. കിം, മൈക്ക്, ജാക്ക്, ഒപ്പം തന്നെ കൈൽ, ഈ 4 പേരാണ് ഈ യാത്രയിൽ പങ്കാളികളാകുന്നത്. ഏതായാലും ഇവരിപ്പോൾ കൊച്ചിയൊക്കെ കണ്ട് കേരളത്തിൽ കോഴിക്കോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഉടൻ തന്നെ ഡൽഹിയിലേക്ക് പോകാനുള്ള തീരുമാനത്തിലാണ്. ഇവരോട് നമുക്ക് ഇവരുടെ യാത്രയുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. സോ യു ആർ പ്ലാനിങ് an all India tour, right? So how was your experience now? Wonderful. We've done it. I've done it 4 times. This is his first time. This is his first time, and Kyle's done it 3 times. We haven't visited a lot yet, but we will visit a lot of places. In Kerala? No, No. all the way up to Jaisalmer in the Rajasthan desert. That's your plan? Yes, yeah. We'll go to the Taj Mahal and caves and whatever. We stop for Yeah, Thai come. tea. How about was your every experience hour. in Kerala, right? How was your experience in Kerala? We would like to know about that. They're always happy. The happiest bunch of people is you guys. Which all places have you visited in Kerala right now? Oh, we've right from the bottom all the way through to the top, and now we're gonna head over to the caves, Caves. Edakal Caves in Wayanad. and then we're gonna go up to Cooney. I think you are the younger one in this group, right? Yes. So how is your experience in this travel? It's so new. I've never gone anywhere far from my home, and now I'm on the other side of the world, and there's just so many new experiences every day, and you never know what is coming, but we always figure it out, and it's wild, and it's awesome and amazing. How is Kerala? We love it. We love it. The food, the people, just a great time, and everybody seems to be so kind, and it makes us want to be so kind, and it's just a good place to be. Why did you choose an auto rickshaw to travel all India? Because you're going at a slow pace. At home, we're always fast, everything fast. And you can see more. You get to stop and talk to the people and have chai tea and, whenever you want. And so, rickshaw is the way to So where do you stay at nights? wherever we can find. Your house. Last night, we couldn't find a place to stay, and a guy on a motorcycle pulled up and says, "What are you doing?" And we told him, we're just looking for a place to stay. He says, "Follow me." So on his motorcycle, we followed him, and he took us to a place to stay. Have a nice experience. Thank you. Enjoy your trip. ഏതായാലും ഇവർ ഇനിയിപ്പോൾ ഇവിടെ നിന്നും വയനാട്ടിലേക്കാണ് പോകുന്നത്. വയനാട് എടയ്ക്കൽ ഗുഹ ഉൾപ്പെടെയുള്ള കണ്ടതിന് ശേഷം കേരളത്തിന് പുറത്തേക്ക് പോകാനാണ് ഇവർ തീരുമാനിച്ചിട്ടുള്ളത്. ക്യാമറ പേഴ്സൺ ഷബീർ കല്ലിനൊപ്പം നന്ദഗോപാൽ, മീഡിയ 1, കോഴിക്കോട്. എന്തായാലും അവര് വലിയ എക്സൈറ്റഡ് ആണല്ലേ. എന്തുകൊണ്ട് ഓട്ടോറിക്ഷ തെരഞ്ഞെടുത്തു എന്ന് അവരോട് നന്ദു ചോദിക്കുന്നുണ്ട്. അപ്പോൾ സുരക്ഷിതമാണ്, വളരെ പതുക്കെ പോകാം. എന്ന് വെച്ചാൽ നിർത്തി പാടിയാലേ ഭാവം വരൂ എന്ന് പറയുന്ന പോലെ ആസ്വദിച്ച് പോകാൻ പറ്റിയ ഒരു സംഗതിയാണ്. പിന്നെ സൈഫു കോഴിക്കോട് ഉണ്ടായിരുന്ന സമയത്ത് പരിചയപ്പെടാനൊന്നും പോകണ്ട, കാരണം പരിചയപ്പെടുന്നവരുടെ വീട്ടിലാണ്. ഓരോ ദിവസം പരിചയപ്പെടുന്ന ആളുകളുടെ വീട്ടിലാണ് രാത്രി താമസം എന്ന് കേട്ട പാടെ തന്നെ ജിൽസി ഒരു തീരുമാനം എടുത്ത് വഴിയിൽ കണ്ടാൽ പോലും കണ്ട ഭാവം നടിക്കണ്ട എന്ന് തീരുമാനിച്ചു. പക്ഷെ അടിപൊളി മച്ചാന്മാർ അവർ യാത്ര തുടരട്ടെ. അവരെങ്ങനെ ഇന്ത്യ അറിഞ്ഞ് കേരളത്തെ അറിഞ്ഞുള്ള യാത്ര ഇനിയിപ്പോ ഡൽഹിയിലേക്കാണ്. ശരി.